ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. ഞാൻ രാവിലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. അന്നേരമാണ് നമ്മുടെ ഞാൻ നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചില്ലേ, ഒരു അപ്പൂപ്പ ഇവിടെ പപ്പടം കൊണ്ട് തരുന്ന അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഇന്നും വന്ന് നമുക്ക് കുറച്ച് പപ്പടമൊക്കെ തന്നെയാണ് നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഞാൻ അപ്പൂപ്പനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനകത്ത് വന്നു. അപ്പൂപ്പൻ അങ്ങ് പോയി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശമാവാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ദോശ മാവൊക്കെ അമ്മ ഇന്നലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ദോശമാവ്. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തോണ്ടാന്ന് തോന്നുന്നു കുറച്ച് താഴെ. പിന്നെ ഞാൻ മാവിൻ്റെ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ കൊണ്ടുവന്ന പപ്പടം. അടിപൊളി പപ്പടമാണ് കേട്ടോ. ഞങ്ങൾ എന്താണ് തോനെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പപ്പടം എന്ന് വെച്ചാൽ അടിപൊളി പപ്പടം. അപ്പം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. നല്ല ദോശയും പിന്നെ ദോശയുടെ കൂടെ കറിയായിട്ട് നല്ല തേങ്ങാ ചട്നിയായിരുന്നു കേട്ടോ. അടിപൊളി ചട്നിയാണ്. നല്ല എന്താ പറയുക, ചാറ് രൂപത്തിലായിട്ടുള്ള ചട്നിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടപ്പം. പിന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പം നമുക്ക് ഇരുന്ന് കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് അപ്പം കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ നമുക്ക്. അപ്പം അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. പ്ലേറ്റിലൊക്കെ വിളമ്പി നമ്മൾ ദോശയും ചമ്മന്തി വിളമ്പിയിട്ടുണ്ട്. ദോശയും തേങ്ങാ ചട്നിയും വിളമ്പിയിട്ടുണ്ട്. അപ്പം ഞാനും അപ്പായും അമ്മുമ്മയും അമ്മയും എല്ലാവരും കൂടെ നിരന്നിരുന്ന് ഡൈനിങ് ടേബിളിൽ പോയി എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി. അടിപൊളി ചട്നി എന്ന് വെച്ചാൽ അടിപൊളി ചട്നി. അപ്പായ്ക്കും അമ്മയ്ക്കും എനിക്കും അമ്മുമ്മയ്ക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. എല്ലാവരും നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനിത് കഴിക്കുന്നുണ്ടോ. നല്ല മര്യാദയുള്ള കുട്ടിയാണ് കേസ്. അപ്പ വന്നതെന്നും തൊട്ടാന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് ഞാൻ മര്യാദയുള്ള കുട്ടിയായത്. ഇതൊക്കെ അല്ലെങ്കിൽ ഞാൻ തിന്നുന്നതിനൊക്കെ ഭയങ്കര ആർത്തി പിടിച്ച് തീറ്റിയായിരുന്നു കേസ്. ഞാൻ എവിടെയെങ്കിലും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇപ്പോഴാണ് ഡൈനിങ് ടേബിളിലാക്കിയത്. അപ്പാക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൂത്രം അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചേട്ടാ. അപ്പാക്കേ അറിയത്തുള്ളൂ ആ ഒരു ഒറ്റമൂല്യം പ്രയോഗിച്ചുകൊണ്ടാണ് ഞാനിരുന്ന് കഴിക്കുന്നത്. അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പായും അമ്മയും നേരത്തെ കഴിച്ചിട്ട് എണീറ്റ് പോയി. അപ്പം ഞാനും അമ്മയും കുറച്ച് ലേറ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇളനീരുണ്ടായിരുന്നു, അത് കരിക്ക് ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അപ്പായും അമ്മൂമ്മയും കൂടെ അത് കുടിച്ചായിരുന്നു. അപ്പോൾ എന്ത് ചൂടാ. പിന്നെ അതിനകത്തുള്ള കുറച്ച് തേങ്ങാ പീസൊക്കെ ഉണ്ടല്ലോ, കരിക്കിൻ്റെ പീസ്, വെള്ള കളറുള്ള സാധനം, അത് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.